മോദിയുടെ ആതിഥ്യം സ്വീകരിക്കുക, ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മോദി കാണിക്കുന്ന ഗിമ്മിക്കിന് നിന്നു കൊടുക്കുക, അത് പ്രേമചന്ദ്രന്റെ ഒരു രാഷ്ട്രീയത്തിലെ അവ്യക്തത, അദ്ദേഹത്തിന്റെ പൊസിഷനിലെ ഒരു ക്ലാരിറ്റി പ്രശ്നം കാണിക്കുന്നുണ്ടെന്നാണ്. അതൊരു വാലിഡ് ആയിട്ടുള്ള വിമർശനമാണല്ലോ. ഒട്ടും വാലിഡ് അല്ല, നിരർത്ഥകമായ ഒരു ചോദ്യമാണത്. ഞാൻ പറയുന്നു, കഴിഞ്ഞ 10 വർഷക്കാലം ശ്രീ പ്രേമചന്ദ്രൻ ഇന്ത്യൻ പാർലമെന്റിൽ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ രാഷ്ട്രീയമായും സാമൂഹികമായും മണ്ഡല വികസനവുമായി ബന്ധപ്പെട്ട പ്രസംഗത്തെക്കുറിച്ചല്ല ബിന്ദുകൃഷ്ണൻ ഞാൻ ചോദിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ പിടിച്ചകത്തിരുന്നു, അയോഗ്യനാക്കുന്നു, നിങ്ങളുടെ നേതാക്കളെ എല്ലാവരെയും വേട്ടയാടുന്നു, നിങ്ങളുടെ ഫണ്ട് തടഞ്ഞു വെക്കുന്നു. താങ്കൾ MP ആയിരുന്നുവെങ്കിൽ ഏറ്റവും അവസാനം ഒരു വാർത്താ ചിത്രത്തിന്റെ തന്ത്രത്തിന് വേണ്ടി മോദി വിളിക്കുകയാണെങ്കിൽ ബിന്ദുകൃഷ്ണ പോകുമായിരുന്നോ? ഇവിടെ നിൽക്കുന്ന നിഷാദ് തീർച്ചയായും അത് പോകുമോ? ആ സാഹചര്യത്തിലെ പറയുന്നു. ഞാൻ പറയുന്നു തീർച്ചയായിട്ടും അല്ല, ശ്രീ പ്രേമചന്ദ്രൻ താങ്കൾ പോകുമായിരുന്നോ? അരുണിന്റെ കാര്യം തീർച്ചയായിട്ടും പോയില്ല, തീർച്ചയായിട്ടും പോയില്ല. ഞങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളും പോയില്ല, ഒരാളും പോയില്ല. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ താങ്കൾ പോകുമായിരുന്നോ എന്നതിലാണ് ചോദ്യം. ശ്രീ പ്രേമചന്ദ്രൻ മോഡിയുടെ വിരുന്നിന് പോയിട്ടില്ല. പാർലമെന്റിൽ ഇരിക്കുമ്പോ പ്രധാനമന്ത്രി വിളിക്കുന്നു എന്ന് പറഞ്ഞ് ഈ കോൺഗ്രസിനെ ഇത്ര ഗതികേടില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിളിക്കുന്നു എന്ന് പറയുമ്പോ പ്രധാനമന്ത്രി ഇന്ത്യയുടെ ഭരണാധികാരത്തെ കാണുന്നതിന് MP ആയ പ്രേമചന്ദ്രൻ അയിത്തമില്ല. പ്രേമചന്ദ്രൻ നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി തന്റെ ഇടത്തോടെ BJPയുടെ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ ശക്തമായ അങ്ങനെ വിളിച്ചാൽ രാഹുൽ ഗാന്ധി അയോഗ്യനാക്കിയ മോദി വിളിച്ചാൽ താങ്കളും പോകുമായിരുന്നു. നിഷാദ് വെറുതെ ഈ വളച്ചൊടിക്കരുതേ. പ്രേമചന്ദ്രൻ ഏത് സാഹചര്യത്തിലാണ് പോയത് അത് വെച്ചിട്ട് പ്രേമചന്ദ്രന്റെ ഐഡന്റിറ്റി ഒന്നും നിങ്ങൾ തീരുമാനിക്കേണ്ട. കാരണം BJPക്കെതിരെ അതിശക്തമായി പോരാടുന്നു. എനിക്ക് 2-3 കാര്യങ്ങൾ അല്ല എനിക്ക് പറയാനുണ്ട്. 2-3 പോയിന്റ് കൂടി പറയണം.